അപ്പോൾ ഇന്ന് നമുക്ക് 2 ചട്ടി ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആയി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിലുണ്ടായിരുന്ന പ്ലാന്റൊക്കെ ഇന്നലെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 2 ചട്ടി ഫ്രീ ആയി കിട്ടി. അപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് നടാൻ പോകുന്നത് നമ്മുടെ ഒരു പേരയ്ക്കാണ്, കിലോ പേരയാണ്. ഇതൊരു ചട്ടിയിൽ നല്ല രീതിയിലായിട്ട് വേണമെന്ന് പറഞ്ഞവരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. പിന്നെ ഉള്ളത് നമ്മളെ ലോങ്ങൻ മൾബറിയാണ്, പാകിസ്ഥാനി മൾബറി എന്നൊക്കെ പറയും. നല്ല ബ്രൗൺ കളറിൽ നല്ല ലോങ്ങനായിട്ടുള്ള മൾബറി ഗ്രാഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിലാക്കിയിട്ട് വളർത്താം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റുന്നതും കൂടിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിയൊരു ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളിവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിവിടെ ഗ്രോ ബാഗ് ഒഴിവാക്കിയ ഗ്രോ ബാഗിലുള്ള മണ്ണ്, പിന്നെ ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക് എല്ലാം കൂടി മിക്സാക്കിയത്, പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പ്രൂണിങ് ചെയ്ത് കിട്ടുന്ന ഒക്കെ മറ്റുള്ള വേസ്റ്റുകൾ, കരിയില പോലുള്ള വേസ്റ്റുകൾ, പിന്നെ ഇവിടുത്തെ കളകൾ, പുല്ല്, ചീരത്തണ്ട്, അങ്ങനെയുള്ള ഇവിടെയുള്ള വേസ്റ്റൊന്നും പുറത്തേക്ക് പോകില്ല, ഒക്കെ ഇവിടെ തന്നെ ഉപയോഗിക്കും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ ശേഷം ഈ വേസ്റ്റുകൾ, കരിയില, നമ്മൾ കള പറിച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ചാണകപ്പൊടിയും മണ്ണും മിശ്രിതമായിട്ടുള്ള അതും പിന്നെ കരിയിലയൊക്കെ കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ നനച്ച് കൊടുക്കും. അതിപ്പോൾ ടെറസിൻ്റെ മുകളിലാകുമ്പോൾ ദിവസം 2 നേരം വേണ്ടി വരും. തുടക്കത്തിൽ 1 നേരം മതിയാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വേരൊക്കെ പിടിച്ച് വരാൻ 2 ദിവസമൊക്കെ പിടിക്കും. പിന്നെ അതിൻ്റെ ശേഷം 2 നേരം തന്നെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പേര ചട്ടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന പേരയൊക്കെ നമ്മളിവിടെ ഇങ്ങനെ കായ്ച്ച് കാണും, തൂങ്ങി കാണും. അതാണ് നമ്മൾ ചട്ടിയിലൊക്കെ ഇങ്ങനെ നിലത്ത് തന്നെ പേരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ചട്ടിയിൽ നിന്ന് തന്നെ പേരൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് മണ്ണ്, ചാണകപ്പൊടിയുള്ള മിശ്രിതം ഇട്ട് കൊടുക്കുക. അപ്പോൾ പുല്ലുകളൊക്കെ അതിൻ്റെ അടിയിൽ പോയി പുല്ലുകളൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന വേസ്റ്റുകളും പ്രൂണിങ് ചെയ്ത കരിയിലകളും മറ്റുമൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. നമ്മൾ അത് പിന്നീട് താഴേക്ക് കൊണ്ടുവെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ഇതിന് വളപ്രയോഗം നടത്തിയാൽ മതി. ഇതിനിപ്പോൾ വാട്ടമോ കോട്ടമോ ഒന്നും ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ലാതെ വളരും. ഇനി നമ്മുടെ ലോങ്ങൻ മൾബറിയാണ്. നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര ഭാരമായിട്ട് ചിലപ്പോൾ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ അവിടെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിവിടെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 തൈകളും നട്ടു. അപ്പോൾ ഇതിങ്ങനെ കരിയിലും മറ്റുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മണ്ണ് കൂടുതലായിട്ട് ചിലവാകില്ല. അപ്പോൾ നമ്മളെടുത്ത മണ്ണ് പകുതി മുക്കാലും ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ചാണകപ്പൊടി മിശ്രിതം, പിന്നെ കരിയില, കുറച്ച് മണ്ണ് കൂടിയപ്പോൾ തന്നെ ചട്ടി ഫില്ലായി. എന്നാലും വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ പ്ലാന്റുകളും നമ്മളിങ്ങനെ ടെറസിൻ്റെ മേലെ വെച്ച് അതിനെ വളർച്ച കൂട്ടാനും അതിൻ്റെ കായപിടുത്തത്തിനും വേണ്ടിയാണ് നമ്മളത് ടെറസിൻ്റെ മേലേക്ക് കൊണ്ടുവരുന്നത്. എന്തെങ്കിലും അതിൻ്റെ വെയിൽ തട്ടി വളർച്ച കൂടുന്നതാണ് ഇപ്പോൾ എന്നോട് പറയുന്നത്. വെയിൽ വേണ്ടാത്തതിന് നമ്മൾ താഴെ തണൽ കൊടുത്തിട്ടാണ് വളർത്തുക.
അപ്പോൾ അധികമായിട്ട് വെയിൽ കൊണ്ടൊന്ന് വളരുന്ന പ്ലാന്റുകൾ നമ്മൾ ടെറസിൻ്റെ മേലെ കയറ്റി അത് നല്ല രീതിയിൽ വളരുകയും പിന്നെ അതിൻ്റെ കായൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ട ഏറ്റവും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അതങ്ങനെ വളർന്ന് കഴിഞ്ഞെങ്കിലേ പിന്നെ അതിൽ നിന്ന് നമ്മൾ തൈ വെക്കും. അപ്പോൾ നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ തൈകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് അത് കായ പിടിച്ചെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് അതിൽ നിന്ന് തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെറസിൻ്റെ മേലൊക്കെ കയറ്റിയിട്ട് വെയിൽ കൊണ്ട് വളരുന്നതൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിലൊക്കെ വളർത്തിയെടുക്കുന്നത്. അതൊക്കെ പഴുത്ത് തുടങ്ങി. ഇപ്പോൾ നല്ല വിലയുള്ള ഓറഞ്ചുകളും ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി. അപ്പോൾ അതുപോലെ ഇത് ലോങ്ങൻ മൾബറിയാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ പറയുന്നത്. നല്ല ലോങ്ങൻ പാകിസ്ഥാനി മൾബറി എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.